ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ് ഫ്രം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കാണാൻ വേണ്ടിയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയുള്ളത് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി നമുക്ക് നമ്മൾ സാധാരണ ക്വസ്റ്റ്യനിൽ നിന്നും ഓരോ തന്നേക്കുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഓരോ ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, നെറ്റ് സെയിലാണ്. അപ്പോൾ നെറ്റ് സെയിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് സെയിൽ കിട്ടുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് തന്നിട്ടില്ല, ചിലപ്പോൾ ഏതിലെയും ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 20% എന്ന് പറഞ്ഞേക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടിൽ നിന്ന് 20% കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. നെറ്റ് സെയിലിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം നമുക്ക് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യന് തന്നിരിക്കും സെയിൽസും ഇതും ഏതാണ്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം നമുക്ക് എന്തെടുക്കാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്ലസ് വേജ്. വേജ് മീൻസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അടുത്ത ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ പർച്ചേസിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉള്ളതെല്ലാം ആഡ് ചെയ്തിട്ട് എന്ത് കുറയ്ക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇതെല്ലാം നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ ഡിപ്പെൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം എടുത്താണ് നമ്മളൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് ഏറ്റവും എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ പ്രോബ്ലം വൈസ് നോക്കാം. ഫസ്റ്റത്തെ പ്രോബ്ലം എന്താ പറയുന്നത്, ഡ്യൂറിങ് 1968 a trader brought goods worth 2,50,000. At the end of 1968 he had a closing stock. Closing stock എന്ന് പറയുന്നത് ഒരു അൺസോൾഡ് ഗുഡ്സ് ആണ്, ₹50,000. The cost of goods sold will be, നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഇവിടെ കാണേണ്ടത്. എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി, ഗുഡ്സ് വർത്ത് 2,50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രേഡറിന്റെ കയ്യിൽ ബ്രോട്ട് ഗുഡ്സ് വർത്ത്, അപ്പോൾ ബ്രോട്ട് മീൻസ് പർച്ചേസ് തന്നിട്ടുണ്ട് 2,50,000. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അൺസോൾഡ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2,50,000 നിന്നും ഇക്വേഷൻ എങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ പർച്ചേസ് എത്രയുണ്ട്, 2,50,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, 50,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടി, 2,00,000 കിട്ടി. അപ്പം നമുക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം എടുത്താണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടത്. ഈ രണ്ട് ഐറ്റമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടി, 2,00,000 കിട്ടി. നമുക്ക് അതിൻ്റെ തന്നെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അസ്യൂമിങ് അറ്റ് ദ ബിഗിനിങ് ഇൻ 1968 ദ സെയിം ട്രേഡർ ഹാസ് ഗുഡ്സ് വർത്ത് 30,000 ഇൻ സ്റ്റോക്ക്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ബിഗിനിങ്ങിലെ സ്റ്റോക്ക് ആകുമ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പം ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്തും കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടെ വെച്ച് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണാം, ഇക്വേഷൻ എങ്ങനെ വരും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം നമുക്ക് പർച്ചേസ് എത്രയുണ്ട്, പർച്ചേസ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 2,50,000 ഉണ്ട്. ഇതിൽ നമുക്ക് എന്തുണ്ട്, അഡീഷണൽ ആയിട്ട് 30,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര പറഞ്ഞേക്കുന്നത് 30,000. അപ്പം 2,50,000 പ്ലസ് 30,000 മൈനസ് 50,000, 2,30,000 ആണ് ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്താണ് നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തത്. പർച്ചേസ് നമ്മൾ എ പാർട്ടിൽ നിന്നാണ് എടുത്തത്. അപ്പം ഇക്വേഷനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഏതാണ്, ക്ലോസിംഗ് സ്റ്റോക്ക്. നെക്സ്റ്റ് സി പാർട്ട് നോക്കാം. ദ സെയിം ട്രേഡർ പർച്ചേസ് വർത്ത് കോസ്റ്റ് ഓഫ് 3,20,000 during 1987. He had at the end of 1987 unsold goods worth
60,000. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി. അപ്പം നമുക്ക് 1967 എന്തുണ്ട്, പർച്ചേസ് എമൗണ്ട് തന്നിട്ടുണ്ട് 3,20,000. അൺസോൾഡ് ഗുഡ്സ് എത്ര തന്നിരിക്കുന്നു, 60,000 തന്നിരിക്കുന്നു. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് 1987 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, 50,000 ഉണ്ട്. 86 ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 ഉണ്ട്. അപ്പോൾ ആ രണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. 86 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പം 87 അതെന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പം നമ്മളത് രണ്ട് എമൗണ്ട് 50,000 സെയിം തന്നേക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാരണം ആ ഇയർ ശ്രദ്ധിച്ചോണം. 86 എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. 86 ക്ലോസിംഗ് സ്റ്റോക്ക്, 87 എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പം തെറ്റിപ്പോകരുത്. 50,000 കിടക്കുന്നു. അപ്പം നമ്മൾ ഇയർ നോക്കണം. ഇയർ നോക്കുമ്പോൾ 86 ക്ലോസിംഗ് സ്റ്റോക്ക്, 87 അത് എന്തായിട്ട് വന്നു, ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വന്നു. അപ്പം നമുക്ക് ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്, പർച്ചേസ് ഉണ്ട്. പർച്ചേസ് 1987 പർച്ചേസ് 3,20,000. ക്ലോസിംഗ് സ്റ്റോക്ക് 87 ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, 60,000 ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, 50,000 ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 86 ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയർ നോക്കി 87 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര തന്നിട്ടുണ്ട്, 50,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. അപ്പോൾ ഈ എത്ര ഐറ്റംസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഈ 3 ഐറ്റം വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ കാണാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, എമൗണ്ട് 50,000 ഉണ്ട്, പ്ലസ് പർച്ചേസ് എത്രയുണ്ട്, 3,20,000 മൈനസ് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 60,000. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ എത്ര വരും, 3 lakh എത്ര വരും, മൈനസ് ചെയ്തെടുക്കുമ്പോൾ 3,10,000 എന്ന് വരും. 3,10,000, 3,10,000 രൂപയാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് കൺഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഇയർ വെച്ചിട്ട് നമ്മൾ നോക്കണം. ഇയർ വെച്ചിട്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 1986 എത്രയുണ്ട്, 1986 ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 പറഞ്ഞേക്കുന്നു. ഓപ്പണിംഗ് അത് 87 വരുമ്പോൾ അതെന്തായി, ഓപ്പണിംഗ് ആയി 50,000. അപ്പം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ് അവിടെ 50,000 എന്ന് പറഞ്ഞെടുക്കേണ്ടത്. പിന്നെ 87 ഒരു ക്ലോസിംഗ് സ്റ്റോക്കാണ് 60,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ഇയർ നോക്കുക, ലാസ്റ്റ് ഇയർ എത്രയാണ്, 87 ആണ്. 87 ക്ലോസിംഗ് സ്റ്റോക്ക് 60,000. അപ്പം ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക. പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട് 3,20,000. പിന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ് വേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് 87 ഓപ്പണിംഗ് സ്റ്റോക്ക് 87 50,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇയർ വരുന്ന ഏതാണ്, 87 നമ്മൾ കണ്ടുപിടിക്കുന്നത്. 87 ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, 60 ഉണ്ട്. നമുക്ക് ഈ 3 ഐറ്റം വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര വരും, 3,10,000. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു. 3 പാർട്ടായിട്ട് നമ്മൾ 3 പാർട്ടിലും ഐറ്റംസ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനിലും ഓരോന്ന് ആഡ് ആവും തോറും ഇക്വേഷൻസിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ട്രേഡർ പർച്ചേസ് 10,000 യൂണിറ്റ് അറ്റ് ₹9 per unit and paid railway freight amounting to ₹9,600 and cartage ₹400. The cost of goods purchase will be. അപ്പം നമുക്കിവിടെ എന്താണ് കാണേണ്ടത്, കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്, പർച്ചേസ് കോസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് പർച്ചേസ് ചെയ്തതുണ്ട്. യൂണിറ്റ് എത്ര, 10,000 യൂണിറ്റിന് ഒരു യൂണിറ്റ് 9 രൂപ വെച്ചിട്ട് 10,000 യൂണിറ്റ് വാങ്ങിച്ചു എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആദ്യം പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കാം. 10,000 × 9 എത്ര കിട്ടും, 90,000 കിട്ടും. 90,000 ആണ് ഏത്, പർച്ചേസ് പ്രൈസ്. എനിക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് നോക്കിയാലോ. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസിൽ റെയിൽവേ ഫ്രൈറ്റും കാർട്ടേജും തന്നിട്ടുണ്ട്. ഏതൊക്കെയാ, 9,600 400. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,000 വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണേണ്ടത് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ആണ്. അപ്പം ഏതൊക്കെയാ, പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ് കിട്ടും. 90,000 പ്ലസ്
10,000 എത്ര കിട്ടും? 1,00,000. 1,00,000 എന്താണ്? 1,00,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ആണ്. അപ്പം നമുക്ക് കാണേണ്ടതും അതാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ് കാണാനായിട്ട് പർച്ചേസ് പ്രൈസും വേണം, എന്തും വേണം, എന്തൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ടോ അതും ആഡ് ചെയ്യണം. അപ്പം അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? നമുക്ക് പർച്ചേസിന് എത്ര കോസ്റ്റ് ആയി എന്ന് കാണേണ്ടത്. പർച്ചേസിന് എത്ര കോസ്റ്റ് ആയി? അപ്പം 1,00,000 രൂപയായി. 1,00,000 എങ്ങനെ വന്നേ? 10,000 രൂപ. ഒരു യൂണിറ്റിന് 9 രൂപ വെച്ചിട്ട് 10,000 യൂണിറ്റ് നമ്മൾ വാങ്ങിച്ചു. അപ്പം 10,000 × 9 90,000. എക്സ്പെൻസസ് എല്ലാം കൂടെ ആഡ് ചെയ്തു. ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു? റെയിൽവേ ഫ്ലൈറ്റും ഉണ്ടായിരുന്നു, കാർട്ടേജും ഉണ്ടായിരുന്നു. 9,600 400. അപ്പോൾ എത്ര കിട്ടി? 10,000. 90,000 10,000 കൂടെ ആഡ് ചെയ്തു, 1,00,000. 1,00,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ഫേം ഹാസ് ആൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ₹18,000. They purchased goods for ₹1,20,000 and their direct expenses are 12,000. Suppose their sales for the year was 1,60,000 and the closing stock at the end of the year is 25,000. Find gross profit. അപ്പോൾ ഇവിടെ എന്താ കാണേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. അപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യന് വന്നപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആയി കാണേണ്ടത്. അപ്പം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് നോക്കാം. എന്താണ് ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ളത്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് നമുക്കിവിടെ എന്താ ഡയറക്റ്റ് തന്നിട്ടില്ലേ? സെയിൽസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ലേ? സപ്പോസ് ദെയർ സെയിൽസ് എത്ര തന്നിരിക്കുന്നു? സെയിൽസ് ഫോർ ദ ഇയർ ഈസ് 1,60,000. ഇനി നമുക്ക് അടുത്ത കാണേണ്ടത് എന്താണ്? ഇക്വേഷനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാണേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പർച്ചേസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്? ഡയറക്റ്റ് എക്സ്പെൻസസും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ദ ഇയർ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 25,000. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. എന്താ ഇക്വേഷൻ വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം ഏതൊക്കെ എമൗണ്ട് വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് 18,000, പർച്ചേസ് എത്രയുണ്ട്? 1,20,000 പ്ലസ് 12,000 എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വന്നിട്ടുണ്ട്? 25,000. അപ്പം നമുക്ക് എത്ര കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,25,000. അപ്പം നമുക്ക് ഇനി ഇക്വേഷനിലോട്ട് വരാം. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1,60,000. 1,60,000 മൈനസ് നമുക്ക് കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 1,20,000. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് 35,000 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എളുപ്പമായിരുന്നു. എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സെയിൽസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടാൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനും എല്ലാ ഐറ്റംസും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എത്രയാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓഫ് എ ട്രേഡർ ഓൺ January 1st, 1987 ഈസ് 50,000. He purchased goods ₹2 lakh from a trader on 29 January 1987. The purchase returned 25,000. Direct expenses for the trader 15,000. The sales and the sales return 3 lakh and ₹50,000. Stock in hand of the trader on December 31st, 1987 is 75,000. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദി ട്രേഡർ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് കാണേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പഠിച്ചു. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് സെയിൽസ് നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? സെയിൽസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. എന്താ തന്നേക്കുന്നത്? സെയിൽസിൻ്റെ എമൗണ്ടും സെയിൽസ് റിട്ടേണും കൂടെയാണ് തന്നേക്കുന്നത്. അപ്പം അതിൽ നിന്ന് മൈനസ് ചെയ്യണം. സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ്? 3 lakhൽ നിന്ന് റിട്ടേൺ എത്ര? 50,000 മൈനസ് ചെയ്യണം. 15,000. അപ്പം 3 lakhൽ നിന്ന് 50,000 മൈനസ് ചെയ്യുമ്പോൾ 2,50,000 ആണ് നെറ്റ് സെയിൽ കിട്ടുന്നത്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ട് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? എന്തൊക്കെ ഐറ്റംസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി ഉള്ളത്? സ്റ്റോക്ക് ഇൻ ഹാൻഡ് വർഷം നോക്കിക്കോണം. 1st January
1987 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ആ വർഷം വർഷത്തെ ജാനുവരിയിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 50,000. പർച്ചേസ് തന്നിട്ടില്ലേ? പർച്ചേസ് നമുക്ക് ഡയറക്റ്റ് ആണോ തന്നേക്കുന്നത്? അല്ല, പർച്ചേസും തന്നിട്ടുണ്ട്, പർച്ചേസ് റിട്ടേണും തന്നിട്ടുണ്ട്. പർച്ചേസ് എത്രയാണ് തന്നേക്കുന്നത്? 2 ലക്ഷം. റിട്ടേൺ എത്രയാണ് തന്നേക്കുന്നത്? 25,000. അപ്പം 2 ലക്ഷത്തിൽ നിന്ന് 25,000 കുറയ്ക്കുമ്പോൾ 1,75,000. 1,75,000 എന്ത് വരുന്നുണ്ട്? നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് പർച്ചേസ് വരുന്നുണ്ട്. അപ്പം നെറ്റ് പർച്ചേസ് നമുക്ക് അവിടെ കിട്ടി. അടുത്ത എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര പറഞ്ഞേക്കുന്നുണ്ട്? 15,000. പിന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ? സ്റ്റോക്ക് ഇൻ ഹാൻഡ് വർഷം നോക്കിയേ, 31 ഡിസംബർ 1987. അതെന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ് 75,000. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് വരാം. എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 50,000 പ്ലസ് പർച്ചേസ് എത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്? പർച്ചേസ് നമുക്ക് നെറ്റ് പർച്ചേസ് ആണ് 1,75,000. 1,70,000 എങ്ങനെ കിട്ടിയേ? പർച്ചേസും 2 ലക്ഷം തന്നിട്ടുണ്ട്, റിട്ടേൺ 25,000 തന്നിട്ടുണ്ട്. സോ 2 ലക്ഷത്തിൽ നിന്ന് 25,000 കുറച്ച് 1,75,000 ആണ് പർച്ചേസിൽ എടുക്കുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസ് എത്ര തന്നേക്കുന്നു? 15,000 തന്നേക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര തന്നേക്കുന്നു? -75,000. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 1,65,000 കിട്ടി. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽ എത്രയാണ് നമുക്കുള്ളത്? 2,50,000 മൈനസ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,65,000. നമുക്ക് എത്ര കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് 85,000 എന്ന് കിട്ടി. ആൻസർ നമുക്ക് എത്ര കിട്ടി? 85,000 കിട്ടി. നമ്മൾ ഈ സ്റ്റെപ്പ് ഒരു ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഐറ്റംസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് അതായത് നേർക്ക് റിസൾട്ടുകൾ എഴുതി പിന്നെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് ഇക്വേഷനിലോട്ട് ഈ എമൗണ്ടുകൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും കാര്യങ്ങൾ. ആൻസർ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നതും ജസ്റ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസിൽ നിന്നും ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്ത് എമൗണ്ടുകൾ അപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ച് നോക്കുക. ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ. താങ്ക് യു.